ചില ആളുകൾ പറയും, നിങ്ങൾ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്, നിങ്ങൾ പറയുന്നത് ആ ശരീരം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് വന്ന് ഞങ്ങൾ ഈ വിശ്വാസവും ഉറൂസും ജാറോം ദർഗിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് വന്നാൽ ഞങ്ങൾ ഒറ്റപ്പെടൂലേ, നാട്ടുകാർ ഞങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ, വീട്ടുകാർ ഒറ്റപ്പെടുത്തൂലേ, നാട്ടിൽ പ്രയാസമാകൂലേ, കുടുംബത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ടും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്ന വല്ലവരുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിനീതമായി ഒരു കാര്യം പറയട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളുടെ ശ്വാസം അങ്ങ് നിലച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകൾ നമ്മെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് അങ്ങ് വെച്ച് തിരിച്ചു പോരുമ്പോ അവിടെ കൂട്ടിന് നിങ്ങൾ ഈ പറയുന്ന പാർട്ടിക്കാരുണ്ടാകുമോ? നിങ്ങളുടെ കുടുംബമുണ്ടോ? ഭാര്യക്ക് ഭർത്താവ് തുണയുണ്ടോ? ഭർത്താവിന് ഭാര്യയുണ്ടോ? ബാപ്പാക്ക് മക്കളുണ്ടോ? മക്കൾക്ക് ബാപ്പയുണ്ടോ? ആരാടോ ഉള്ളത്? എനിക്കെൻ്റെ അമലേ ഉണ്ടാവുകയുള്ളൂ. അവിടെ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോ, ആ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ, ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോ, ഞാൻ എൻ്റെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെയൊക്കെ പേടിച്ചിട്ട് ഞാൻ റബ്ബിനെ കുറിച്ചൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാതെ ഞാൻ റബ്ബിനെ പോലെ മറ്റുള്ളവരോടും വിളിച്ച് തേടി, മലക്കുകളെ ശിക്ഷിക്കല്ലേ എന്ന് ഖബറിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകുമോ? നല്ലോണം ആലോചിച്ചോളൂ. അതേപോലെ തന്നെ ചില ആളുകൾ പറയുകയാണ്, പ്രായമായില്ലേ, 60-70 വയസ്സായി, ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, ഇനി ഇങ്ങനെ അങ്ങ് മരിച്ചാൽ മതിയെന്നാണോ? ഓ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സത്യം ബോധ്യമായത് നിങ്ങൾക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഓർത്തു വെച്ചോളൂ, മുഅ്മിനായി മരിക്കാൻ കഴിഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡിലെങ്ങാനും യഥാർത്ഥ മുവഹിദായി, യഥാർത്ഥ വിശ്വാസിയായി അല്ലാഹു പറഞ്ഞതുപോലെ വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ലേ ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകല്ലേ എന്ന് പറഞ്ഞില്ലേ? ആ സമയത്തെങ്കിലും ഒന്ന് സത്യം മനസ്സിലാക്കി ഒന്ന് കാര്യം ചിന്തിച്ചാൽ രക്ഷപ്പെടും എന്ന് മനസ്സിലാക്കിക്കോ.